നാർസിസ്റ്റ് നിങ്ങൾ സൂക്ഷിക്കുക. OCD വലിയ കുഴപ്പമില്ല. BPD അത് ഇങ്ങനെ 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 കാറ്റഗറൈസ് ചെയ്യുമ്പോ ഒരാള് ജീവിക്കാൻ അവകാശമില്ലേ? ഇപ്പൊ ഞാൻ നാർസിസ്റ്റ് ആണെന്ന് കരുതുക. എനിക്ക് ഇങ്ങനത്തെയുള്ള ടെൻഡൻസീസ് ഉള്ള ആളാണെന്ന് കരുതുക. അപ്പൊ എന്റെ ഇതൊക്കെ മനസ്സിലാക്കിയ എനിക്ക് പരിചയമുള്ള ആളുകൾ പറയുന്നത് നാർസിസ്റ്റ് ആണ്. എന്ന് പറയുമ്പോ എന്റെ ജീവിക്കാനുള്ള അവകാശം അവിടെ പോയി കിട്ടി. കാരണം ഇത് അപകടകാരിയുമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ അവർക്ക് അവതരിപ്പിക്കാനുള്ള ധൈര്യം കിട്ടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ആളുകൾക്ക് അവരിപ്പോൾ ഇത്തരം കാര്യങ്ങള് ഇപ്പൊ നിങ്ങൾ തന്നെ ഒരു ഏതെങ്കിലും ജെമിനിയോ ഒക്കെ എടുത്ത് നോക്കുക. വാട്ട് ആർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നാർസിസ്റ്റ് അല്ലെങ്കിൽ സിംപ്റ്റംസ് ഓഫ് നാർസിസം എന്ന് പറയുമ്പോൾ അത് കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ വരും. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇന്നൊക്കെ സിംപ്റ്റംസ് നിങ്ങൾക്കുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന നിങ്ങളുടെ പങ്കാളിക്കുണ്ടോ എങ്കിൽ നാർസിസ്റ്റ്. അതിനാണ് അപകടമുള്ളത്. അപ്പൊ നമുക്ക് ചില അബാൻഡൻഡ് ഫീലിംഗ് ഉള്ള മനുഷ്യരുണ്ടാവാം. അബാൻഡൻഡ് ആയിട്ടുള്ള മനുഷ്യരുണ്ടാവാം. അല്ലെങ്കിൽ ചില ചലഞ്ചസ് റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾക്ക് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത മനുഷ്യരുണ്ടാവാം. ഒരിക്കലും. ഒരാളോട് ജീവിക്കാൻ പറ്റാത്ത മനുഷ്യരുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അവർക്ക് മിസ്ട്രസ്റ്റ് തോന്നുന്ന മനുഷ്യരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ നാർസിസ്റ്റ് ആണെന്നോ BPD ആണെന്നോ ഒക്കെ പറഞ്ഞ് കൊടുക്കുമ്പോ ഒരു ഒരു എന്താ ചാപ്പ കുത്താന്ന് പറയും. ഈ ചാപ്പ കുത്തുമ്പോള് സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്